ഹായ് ഗെയ്സ്, ഞാനിന്ന് വന്നിട്ടുള്ള ഹോണ്ട ഹൈനസിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. ഏകദേശം ഞാനിതൊരു 3 വർഷമായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നുള്ള ഒരു ഏകദേശമുള്ളൊരു നമ്മളെ അനുഭവങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ ടയർ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് വരുന്നത് നമുക്ക് വരുന്നത് 190 സെക്ഷൻ ടയറാണ് വരുന്നത്. ബാക്ക് ആകുമ്പോൾ നമുക്ക് വരുന്നത് 130/70 ഇഞ്ച് ടയറാണ് വരുന്നത്. പിന്നെ അതേപോലെ വണ്ടിൻ്റെ എൻജിൻ സ്പെക്ക് വരുന്നത് 348.36 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവറും ടോർക്കുള്ള എഞ്ചിനാണ്. പവർ വരുന്നത് 21.07 at 5500 RPM. ടോർക്ക് പിന്നെ 30 ന്യൂട്ടൺ അറ്റ് 3000 RPM വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ്. പിന്നെ വണ്ടിൻ്റെ ലുക്കും ഓവറോൾ നല്ലൊരു ലുക്കുള്ള വണ്ടിയാണ്. റെട്രോ ക്ലാസിക് ലുക്കാണ് വരുന്നത്. ഏകദേശം നമുക്ക് അത്യാവശ്യം പവറും നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 90 to 100 ക്രൂസ് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈവേയിലാകുമ്പോൾ 110 കയറ്റി സുഖമായി പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത്ര വണ്ടിൻ്റെ എൻജിന് അത്ര എഫേർട്ടില്ലാണ്ട് ആ ഒരു സ്പീഡൊക്കെ നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിൻ്റെ വീൽ ബേസ് വരുന്നത് 41 mm ആണ്. അതേപോലെ 800 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയർസ് 166 mm വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ വണ്ടിയുടെ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മെയിൻലി നമ്മൾ സ്റ്റോക്ക് ടയർ അത്ര ഒരു കോൺഫിഡൻറ്റ് കുറഞ്ഞൊരു ടയറാണ് സ്റ്റോക്ക് ടയർ വരുന്നത്. നമുക്ക് അത്ര ഒരു കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടില്ല സ്റ്റോക്ക് ടയർ. അപ്പോൾ നമ്മളിപ്പോൾ ടയർ മാറ്റിയിട്ടുണ്ട്. റെയിൻസിൻ്റെ ഒരു വേറെ ടയറായിട്ടുള്ളത്. ഇത് ഏകദേശം നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്ന, അത്യാവശ്യം നമുക്ക് സ്പീഡിലും ഏത് റോഡിലും ഓഫ് റോഡിലും കൊണ്ടുപോകാൻ പറ്റിയൊരു ടയറാണ്. പിന്നെ അതുപോലെ നമുക്ക് പറയാനുള്ളത് വണ്ടിയുടെ ആ ഒരു സീറ്റ് പൊസിഷൻ ആയാലും നമുക്കൊരു അപ്രൈറ്റ് പൊസിഷൻ കിട്ടും. നമുക്ക് അത്യാവശ്യം ലോങ് ട്രാവലൊക്കെ ചെയ്യാൻ നല്ല ഈസി ആയിട്ടൊരു ബാക്ക് പെയിൻ ഇല്ലാതെ പോകുന്നൊരു സീറ്റിംഗ് പൊസിഷനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ വണ്ടി കാണാൻ അത്യാവശ്യം നല്ല ലുക്കാണ്. ഒരു റെട്രോ ക്ലാസിക് ലുക്കാണ്. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം നല്ല പവറുള്ള നല്ലൊരു വണ്ടിയാണ്. വണ്ടിയുടെ മൈലേജ് എന്നൊക്കെ പറയാൻ നമുക്ക് ഏകദേശം സിറ്റിയിൽ നമുക്കൊരു 33-34 ഒക്കെ കിട്ടും. നമുക്കിപ്പോൾ ഹൈവേയിൽ കയറാൻ 30, ഇപ്പോൾ നമ്മളൊരു 80-90 പിടിക്കുകയാണെങ്കിൽ നമുക്കൊരു 37-36 കിട്ടും. ഇനി അതല്ല 70-60 പിടിക്കുകയാണെങ്കിൽ നമുക്ക് 40 ആ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജുള്ള ലുക്കുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഹെഡ്ലൈറ്റിന് നമുക്കൊരു ചെറിയ പോരായ്മ ഉണ്ട്. നമുക്ക് രാത്രിയിൽ അത്ര ആ വ്യൂ കിട്ടുന്നില്ല ഹെഡ്ലൈറ്റിലെ. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് അങ്ങനെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ LED എല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് ഉണ്ട്. ആ വ്യൂ ത്രോ കിട്ടുന്നില്ല. ഹോണൊന്നും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ല ഡബിൾ ഹോണാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് 310 mm ആണ്. അതേപോലെ നമുക്ക് ബാക്ക് വരുന്നത് 240 mm ആണ്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ്, ഒരു പ്രോഗ്രസീവ് ബ്രേക്കിംഗ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത്ര സ്റ്റോപ്പിംഗ് പവർ ഇല്ല, ഈ വണ്ടിക്ക് അനുസരിച്ചിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്.
പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ സർവീസിലേക്ക് കിടക്കുമ്പോൾ സർവീസ് കോസ്റ്റ് വരുന്നത് ഫ്രീ സർവീസ് ആണെങ്കിൽ നമുക്കൊരു 1500 to 2000 വരുന്നുണ്ട്. അപ്പോൾ അതല്ല നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ മേലെ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം 2000 വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് മാറ്റാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 4800 വന്നു. ബ്രേക്ക് പാഡ് രണ്ടും മാറ്റി അങ്ങനെ കാര്യങ്ങൾ. ബ്രേക്ക് പാഡ് നമുക്ക് ഹോണ്ടൻ്റെ സ്റ്റോക്ക് അത്ര കണ്ട് ലൈഫില്ല. നമ്മൾ ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓരോ നമുക്ക് കമ്പനി കിട്ടും. അത് അത്യാവശ്യം ഹോണ്ടനേക്കാളും നമുക്ക് ലൈഫ് കിട്ടും അതിൻ്റെ ബ്രേക്ക് പാഡിന്. പിന്നെ അതേപോലെ ഓവറോൾ വണ്ടി നൈസാണ്. ലുക്കും കാര്യങ്ങളും റെട്രോ ക്ലാസിക് ലുക്ക്, അത്യാവശ്യം പവർ, നമുക്ക് ഓൾ ഡേ ക്രൂസ് ചെയ്ത് പോകാനുള്ളൊരു സൂപ്പർ വണ്ടിയാണ്. നല്ല ടൂറിങ്ങിനൊക്കെ അടിപൊളിയാണ്.